Dear students, in CSF pathway obstruction at aqueduct of Sylvis cause enlargement of options lateral ventricle, third ventricle, fourth ventricle, both A and B. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്, ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ആകുന്ന ഒരു ഏരിയയാണ്. അതൊരു സിമ്പിൾ ന്യൂമോണിക്സ് വെച്ച് നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. അത് ഈ പറഞ്ഞ ഓപ്പണിങ്ങുകൾ, ഇപ്പോൾ നമുക്ക് ലാറ്ററൽ വെൻട്രിക്കിളുണ്ട്, അതേപോലെ തന്നെ തേർഡ് വെൻട്രിക്കിളുണ്ട്, ഫോർത്ത് വെൻട്രിക്കിളുണ്ട്. ഫോർത്ത് വെൻട്രിക്കിൾ കഴിഞ്ഞതിന് ശേഷം സബ്അരക്നോയിഡ് സ്പേസ് ഉണ്ട്. ദെൻ ഫോർത്ത് വെൻട്രിക്കിളിൽ നിന്ന് തന്നെ രണ്ട് ലാറ്ററൽ ഏരിയയിലേക്ക് ഓപ്പണിംഗ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ ഓപ്പണിങ്ങുകളെല്ലാം തന്നെ ഒന്ന് പരിചയപ്പെടണം. അതിനുവേണ്ടി നിങ്ങൾ ഓർക്കേണ്ട ഒരു ന്യൂമോണിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാം ലുഷ്ക എന്നുള്ളതാണ്. എം എന്ന് പറയുമ്പോൾ ഫൊറാമൻ മൊൺട്രോ ആണ്. ഏറ്റവും മുകളിൽ രണ്ട് ലാറ്ററൽ വെൻട്രിക്കിളുണ്ട്. അത് നേരെ തേർഡ് വെൻട്രിക്കിളിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് ഈ പറഞ്ഞ ഫൊറാമൻ മൊൺട്രോ വഴിയാണ്. അതിനുശേഷം തേർഡ് വെൻട്രിക്കിളിൽ നിന്ന് ഫോർത്ത് വെൻട്രിക്കിളിലേക്കുള്ള ഓപ്പണിങ്ങിനെയാണ് മാമിനകത്ത് എ വരുന്നത്, അക്വിഡക്റ്റ് ഓഫ് സിൽവിസ്. ദെൻ അടുത്ത എം എന്ന് പറയുമ്പോൾ ഫോർത്ത് വെൻട്രിക്കിളിൽ നിന്ന് അതിൻ്റെ തൊട്ട് താഴെയുള്ള സബ്അരക്നോയിഡ് സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. അതിനെ നമുക്ക് ഫൊറാമൻ മജൻഡി എന്ന് പറയാം. ഇനി ഇതേ ഫോർത്ത് വെൻട്രിക്കിളിൽ നിന്ന് ലാറ്ററൽ സിസ്റ്റൈൻ എന്ന് പറയുന്ന ഏരിയയിലേക്ക് ഓപ്പണിംഗ് ഉണ്ട്. രണ്ട് ഓപ്പണിംഗ് ആണ് വരുന്നത്. അതാണ് ലുഷ്ക, എല്ല് തന്നെ, ലാറ്ററൽ ഓപ്പണിംഗ് ഫ്രം ഫോർത്ത് വെൻട്രിക്കിൾ ആണെന്ന് ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യ ലെവലിൽ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ അക്വിഡക്റ്റ് ഓഫ് സിൽവിസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ക്ലോഷർ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ സീനോസിസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആലോചിച്ച് നോക്കുക, അക്വിഡക്റ്റ് ഓഫ് സിൽവിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയുള്ള ഓപ്പണിംഗ് ആണ്? അത് തേർഡ് വെൻട്രിക്കിളിൽ നിന്ന് ഫോർത്ത് വെൻട്രിക്കിളിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. അപ്പോൾ അതിന് അടവ് വരുമ്പോൾ മസ്റ്റായിട്ടും തേർഡ് വെൻട്രിക്കിളിന് എൻലാർജ്മെൻ്റ് ഉണ്ടാകും, അതേപോലെ തന്നെ ലാറ്ററൽ വെൻട്രിക്കിളിനും എൻലാർജ്മെൻ്റ് ഉണ്ടാകും. അപ്പം രണ്ട് കാര്യങ്ങൾക്ക് എൻലാർജ്മെൻറ്റ് വരുന്നുണ്ട്, എ ഓപ്ഷനും ബി ഓപ്ഷനും. സോ ബോത്ത് എ ആൻഡ് ബി എന്ന് പറയുന്ന ഡി ഓപ്ഷനാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ഇതോടൊപ്പം കുറേ അധികം ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ ആ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ DME നോട്ടിഫിക്കേഷൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനിൽ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അവരുടെ ഏജ് ഓവറായി പോകാനുള്ള സാധ്യതയും പരീക്ഷ എഴുതാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും സങ്കടം പറയുന്നത്, ഈ മാസം വന്നില്ലെങ്കിൽ ഇനി എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല, അടുത്ത മാസം വന്നില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 22 വയസ്സല്ല 23 വയസ്സിൽ BSc അല്ലെ GNM കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ, കഴിഞ്ഞ 14 കൊല്ലം അല്ലേ, 36 വയസ്സ് വരെയുള്ള പീരീഡിൽ ഏകദേശം 8ഓളം PSc എക്സാമിനേഷൻ എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അല്ലേ. 8 പറയുമ്പോൾ ഞാൻ DHS DMEയും പിന്നെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസും ഹോമിയോ പോലുള്ള PSc എക്സാമിനേഷൻ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്താണ് പറയുന്നത്. 8-10 PSc എക്സാമിനേഷൻ എഴുതാൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരു കുട്ടി ഈ അവസാന നിമിഷം വരെ എന്തുകൊണ്ട് കാത്തിരുന്നു? അപ്പം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇനി 1 വർഷമുണ്ട്, 5 വർഷമുണ്ട്, 3 വർഷമുണ്ട് എന്നൊക്കെ കരുതി നീട്ടി വെക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കാരണവശാലും അവസാന നിമിഷം പഠിച്ചെടുക്കാൻ പറ്റുന്നതോ നേടിയെടുക്കാൻ പറ്റുന്നതോ ആയ ഒരു കാര്യമല്ല സർക്കാർ ജോലി. അതിനുവേണ്ടി വളരെ സീരിയസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അവസാന വർഷങ്ങളിലേക്ക് അടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റായിപ്പോയി, അല്ലെങ്കിൽ എനിക്ക് ലക്കില്ല, എന്നെ ദൈവം അനുഗ്രഹിച്ചില്ല എന്ന് പറയുന്നതിനകത്തൊന്നും അർത്ഥമില്ല. ഓരോ കാലഘട്ടങ്ങളിലും ഓരോ സമയത്തും ചെയ്ത് തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് ടൈം ബൗണ്ടായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ലക്ഷ്യത്തിലെത്താൻ പറ്റുകയുള്ളൂ. ഇപ്പോഴും DME നോട്ടിഫിക്കേഷൻ വരട്ടെ, നോട്ടിഫിക്കേഷൻ വന്നിട്ട് എക്സാം ഡേറ്റ് വരട്ടെ, അതിനുശേഷം പഠിച്ചു തുടങ്ങാമെന്ന് പറയുന്ന ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ, നിങ്ങൾ പിന്നീട് 3 മാസം എടുക്കുന്ന എഫർട്ട് റിസൾട്ട് ആയില്ലെങ്കിൽ ആ 3 മാസം എടുത്ത എഫർട്ട് മൊത്തത്തിൽ വേസ്റ്റാണ്. നമ്മളൊരു എഫർട്ട് എടുക്കാൻ വേണ്ടി 1 മണിക്കൂർ അല്ലെ 2 മണിക്കൂറിലെ ഒരു ദിവസം ഒരു കാര്യത്തിന് വേണ്ടി ചിലവഴിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അത് ലക്ഷ്യത്തിലെത്തണം, അല്ലെങ്കിൽ ആ മണിക്കൂറുകൾ നിങ്ങൾക്ക് വേസ്റ്റാണ്. സോ മുൻകൂട്ടി തയ്യാറാവാൻ റെഡിയാവുക.
മുൻകൂട്ടി തയ്യാറായി വളരെ പ്ലാൻഡായിട്ട് ലക്ഷ്യത്തിലേക്ക് മൂവ് ചെയ്യുക. താങ്ക് യു.